നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. യുഎയിലെ ഫോട്ടോ വീഡിയോഗ്രാഫർമാരുടെ വാട്സപ്പ് കൂട്ടായ്മയായ പ്രൊഫഷണൽ ഫോട്ടോ ബക്സും ഐബ്രാൻഡ് കണക്റ്റും സംയുക്തമായി സിനിമാറ്റോഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചു. സിനിമാ രംഗത്തെ ക്യാമറ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സിനിമാറ്റോഗ്രാഫർ മുസ്തഫ അബുബക്കർ ക്ലാസ് എടുത്തു. ഛായാഗ്രഹണ മേഖലയിലെ 65 പേർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ഫോട്ടോ വീഡിയോഗ്രഫി മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. കുവൈത്തിലെ പ്രമുഖ നാടക സംഘടനയായ ഫ്യൂച്ചർ ഐ തിയേറ്റർ സിനിമാ പ്രേമികൾക്കായി ഫ്യൂച്ചർ ഐ സിനിമാ ക്ലബ് ആരംഭിച്ചു. മംഗഫിലെ മെമ്മറി ഹാളിൽ നടന്ന പരിപാടിയിൽ ഇംഗ്ലണ്ടിലെ ഐസോണിക്ക മോഡലിംഗ് ആൻഡ് ഗ്രൂമിംഗ് സ്കൂൾ ഫൗണ്ടർ മിഷേൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കുമാർ കോട്ടത്ത് അധ്യക്ഷത വഹിച്ചു. രതീഷ് ഗോപി ഡിസൈൻ ചെയ്ത ഫ്യൂച്ചർ ഐ ഫിലിം ക്ലബ് ലോഗോ ചടങ്ങിൽ അനാവരണം ചെയ്തു. ജെന്നി ആൻഡ് ജോൺ ചടങ്ങുകൾ നിയന്ത്രിച്ചു. ഉണ്ണി കൈമൾ സ്വാഗതവും റിയാസ് സലീം നന്ദിയും പറഞ്ഞു. മദീനയിൽ പുതിയ പാർക്കും മ്യൂസിയവുമായ അൽ സാഫിയ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. മേഖലാ ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. മസ്ജിദ് നബവിയിൽ എത്തുന്നവരുടെ സാംസ്കാരിക അനുഭവം സമ്പന്നമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർക്കും മ്യൂസിയവും ഒരുക്കിയിരിക്കുന്നത്. മദീന മേഖലാ വികസന അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇസ്ലാമിക ചരിത്ര സ്ഥലങ്ങളും പ്രധാന സ്ഥലങ്ങളും പുനരുജ്ജീവിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമാണ് അൽ സാഫി പാർക്കും മ്യൂസിയവും. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@prevasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ്@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ ഒമാൻ സമയം രാവിലെ 10:30, സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.